അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാം ഒക്കെ പല രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുമുണ്ട്. എന്നാൽ ചെറിയ ചെറിയ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുമുണ്ട്. എല്ലാവർക്കും ഉപകരിക്കുന്ന, അവരുടെ രോഗങ്ങൾ മാറാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കേണ്ട, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മഹത്തായ ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയും അതിൻ്റെ അർത്ഥവുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക, കേൾക്കുക, മനസ്സിലാക്കുക. രോഗമുള്ളവരും പ്രാർത്ഥിക്കുക, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അവരുടെ ദുആകളിൽ ഈ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ഈ അറിവിനെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക. വീഡിയോക്ക് ഒരു മാഷാ അല്ലാഹ് കമൻ്റായി രേഖപ്പെടുത്തുക. പ്രാർത്ഥന പറയാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന: അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഇശ്ഫി അൻത ഷാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. ഒരു വട്ടം കൂടി പറയാം. അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഇശ്ഫി അൻത ഷാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. അർത്ഥം പറയാം. ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ്, നീ ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരണേ. ഞങ്ങൾക്ക് നീ രോഗശാന്തി നൽകണേ, രോഗങ്ങൾ മാറ്റിത്തരണേ. കാരണം നീയാണ് രോഗം മാറ്റുന്നവൻ. നീയല്ലാതെ രോഗം മാറ്റുന്ന മറ്റൊരാളുമില്ല അല്ലാഹ്. അതുകൊണ്ട് രോഗത്തിൻ്റെ ഒരു കണിക പോലുമില്ലാതെ ഞങ്ങൾക്ക് പൂർണ്ണമായും രോഗം നീ മാറ്റിത്തരണേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ ആശയം. അർത്ഥം മനസ്സിലാക്കി ആത്മാർത്ഥമായി നാം ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും ആജിലായ മർദിയായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ രോഗികളും പ്രാർത്ഥിക്കുക. രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ 7 തവണ ഈ പ്രാർത്ഥന അവരുടെ ദുആകളിൽ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവരിലേക്കൊക്കെ അറിവിനെ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.